അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി സ്വർണ്ണ ബിസ്ക്കറ്റുകളാക്കി മാറ്റിയോ? നിരവധി റെയ്ഡുകളും പരിശോധനകളും നടത്തിയിട്ടും ആഭരണങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അന്വേഷണ സംഘം ഈ നിഗമനത്തിലേക്ക് എത്തുന്നത്. മോഷ്ടിച്ച സ്വർണവും വെള്ളി ആഭരണങ്ങളും തിരിച്ചറിയാൻ കഴിയാതിരിക്കാനായി ഉരുക്കി സ്വർണ്ണ ബിസ്ക്കറ്റുകളാക്കി മാറ്റിയിരിക്കാമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. ഇത്തരത്തിൽ ചെയ്താൽ ആഭരണങ്ങളുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തുക വളരെ പ്രയാസകരമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതിനിടെ ക്ഷേത്രത്തിലെ ആഭരണങ്ങളുടെയും വിലപിടിപ്പുള്ള വഴിപാടുകളുടെയും കണക്ക്, സൂക്ഷിപ്പ്, പരിപാലനം എന്നിവ സംബന്ധിച്ച് ക്ഷേത്ര ചുമതലക്കാരനായ KD ബാബുവിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഭക്തർ സമർപ്പിച്ച സ്വർണം, വെള്ളി, മറ്റ് വിലപിടിപ്പുള്ള വഴിപാടുകൾ എന്നിവ രേഖകളും സർക്കാർ ഉടമസ്ഥയിലുള്ള മിന്റുമായി നടത്തിയ ഇടപാടുകളും വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. ബാങ്കുകളിലേക്കും മിന്റിലേക്കും അയച്ച വിലപിടിപ്പുള്ള ലോഹങ്ങളുടെ സമ്പൂർണ്ണ കണക്കുകളും അതുമായി ബന്ധപ്പെട്ട നടപടികളും അന്വേഷണത്തിന്റെ ഭാഗമായി വീണ്ടും പരിശോധിക്കുകയാണ്. അതേസമയം ട്രസ്റ്റിന്റെ ത്രൈമാസ യോഗങ്ങളിൽ പണമായി ലഭിച്ച സംഭാവനകൾ വിലയിരുത്തിയിരുന്നെങ്കിലും സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്റ്റോക്ക് സംബന്ധിച്ച വിശദമായ രേഖകൾ സ്ഥിരമായി അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഭക്തരിൽ നിന്ന് ലഭിച്ച ലോഹങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി 944 കിലോഗ്രാം വെള്ളി സർക്കാർ നിയന്ത്രണത്തിലുള്ള മിന്റിലേക്ക് പരിശോധനയ്ക്കും ഉരുക്കുന്നതിനുമായി അയച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ക്ഷേത്രത്തിന് ഏകദേശം 20 കിലോഗ്രാം സ്വർണവും 13 കിൻഡൽ വെള്ളിയും ലഭിച്ചിട്ടുണ്ടെന്ന് ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടെ കഴിഞ്ഞ 5 വർഷത്തെ അക്കൗണ്ടുകൾ വീണ്ടും ഓഡിറ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ക്ഷേത്ര നിർമ്മാണ ചെലവുകൾക്കൊപ്പം സ്വർണം, വെള്ളി, ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വിലപിടിപ്പുള്ള വഴിപാടുകളുടെ കണക്കുകളും വിശദമായി പരിശോധിക്കാനാണ് തീരുമാനം. ജൂൺ 7-നാണ് വഴിപാടുകൾ തട്ടിയെടുത്തുന്ന ആരോപണം ആദ്യമായി പുറത്തു വന്നത്. തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. SITയുടെ പ്രാഥമിക കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ജൂൺ 25-ന് FIR രജിസ്റ്റർ ചെയ്തു. വഴിപാടുകൾ എണ്ണുന്ന ജോലിയിൽ പങ്കെടുത്ത 8 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന പ്രതിയായ അവിനാഷ് ശുക്ലയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണത്തിനിടെ ഇതുവരെ കണ്ടെത്തിയ ഏറ്റവും വലിയ തുകയും ഇയാളിൽ നിന്നാണ് പിടിച്ചെടുത്തതെന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, മുൻ ട്രസ്റ്റി അനിൽ മിശ്ര, ക്ഷേത്ര ഉദ്യോഗസ്ഥൻ ഗോപാൽ റാവു എന്നിവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. അന്വേഷണത്തിൽ ഇവരുടെ പേരുകളും ഉയർന്നു വന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ ചമ്പത് റായിയും അനിൽ മിശ്രയും രാജിക്കത്ത് സമർപ്പിച്ചിട്ടുണ്ടെന്നും ജൂലൈ 6-ന് ചേരുന്ന ട്രസ്റ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ വഴിപാടുകൾ കാണാതായ സംഭവത്തിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സ്വർണ്ണാഭരണങ്ങൾ ഉരുക്കി ബിസ്ക്കറ്റുകളാക്കിയെന്ന സംശയം തെളിയുമോ എന്നതാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്.